नंगे पैर, कहानी का वेंकटेश माडगुलकर। दोपहर का समय था। बेबी अपने पलंग पर बैठी खिड़की से बाहर देख रही थी। बीच हॉल में रखे रेडियो में 12:30 बजे के रिकॉर्ड्स बज रहे थे। शांत माहौल में गीतों के सुर गूंज रहे थे। सामने का बंद फाटक खोलकर पोस्टमैन फीदर आया। अहाते की बसरी पर उसकी आहट सुनाई थी। पोस्टमैन की आवाज उसके कानों में आई, पर फर्श पर टाक के गिरने की आवाज सुनाई नहीं दी। बेबी पीछे मुड़ी, संभल कर पलंग से उतरी। फिर बैसाखियों के सहारे एक एक कदम चलकर दरवाजे तक आई। बंद दरवाजा खोलने में उसे थोड़ा समय लगा। दरवाजे से बाहर और हॉल को पार कर आगे आने में देर लगी। वह दरवाजे पर पहुंची। वहां हाथ में टाक दिए पोस्टमैन खड़ा था। स्पर्श पर टाक फेंककर अभी गया नहीं था। दोपहर, मध्याह्न, पलंग, कटिल, खिड़की, जनल, माहौल, अंतരീക്ഷം, सुर, स्वരം, फाटक, गेट, खोलना, തുറക്കുക, ഫീദർ, അകത്ത്, അഹാത്ത, വളപ്പ്, ബസരി, ചരൽ, ഗിർന, വീഴുക, ഫർശ്, തറ, സംഭൽക്കർ, ശ്രദ്ധിച്ച്, ബൈസാഹി, ഊന്നുവടി, കദം, ചുവട്, फेंकना, എറിയുക। दोपहर का समय था। उच्च समय। बेबी अपने पलंग पर बैठी खिड़की से बाहर देख रही थी। बेबी തന്റെ പലങ്ക് पर बैठी കട്ടിലിരുന്ന് खिड़की से बाहर देख रही थी. ജനലിലൂടെ വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. बीच हॉल में रखे रेडियो में 12:30 बजे के रिकॉर्ड बज रहे थे. बीच में ഇടയ്ക്ക് ഹോൾ में रखे ഹോളിൽ വെച്ചിട്ടുള്ളതായ റേഡിയോയിൽ 12:30 बजे के 12:30 റിക്കാർഡ് ബജ് രഹേ थे പാട്ട് കേൾക്കുന്നുണ്ട്. ശാന്ത മാഹൗൽ में गीतों के सुर गूंज रहे थे. ശാന്ത മാഹൗൽ में നിശബ്ദമായ അന്തരീക്ഷത്തില് ഗീതോങ്കെ സുർ പാട്ടുകളുടെ സ്വരം ഗൂഞ്ച് രഹേതെ മുഴങ്ങി കേൾക്കാം. സാമ്നേക ബന്ദ് ഫാടക് ഖോൽക്കർ സമീപത്തുള്ള അടഞ്ഞു കിടന്ന ഗേറ്റ് തുറന്ന് പോസ്റ്റ്മാൻ ഫീദറായ പോസ്റ്റ്മാൻ അകത്തേക്ക് വന്നു. അഹാത്തേക്ക് ബസരി पर उसकी आहट सुनाई दी. അഹാത്തേക്ക് ബസരി पर വളപ്പിലെ ചരലിൽ ഉസ്കി आहट സുനായി അദ്ദേഹത്തിന്റെ കാലടി ശബ്ദം കേൾക്കാം. പോസ്റ്റ്മാൻ की आवाज उसके कानों में आई. പോസ്റ്റ്മാന്റെ ശബ്ദം അവളുടെ ചെവികളിൽ വന്നു. पर फर्श पर टाक के गिरने की आवाज सुनाई नहीं दी. എന്നാൽ തറയിൽ തപാൽ വീഴുന്ന ഒച്ച മാത്രം അവൾ കേട്ടില്ല. ബേബി പീച്ചെ മുടി. ബേബി പിറകോട്ട് തിരിഞ്ഞു. സംഭൽക്കർ പലങ്ക് സെ ഉതരി ശ്രദ്ധയോടെ കട്ടിലിൽ നിന്നിറങ്ങി. फिर बैसाखियों के सहारे एक एक कदम चलकर दरवाजे तक आई. പിന്നെ ഊന്നുവടിയുടെ സഹായത്തോടെ ഏകേക കദം ചൽക്കർ ഓരോരോ ചുവടുകൾ വെച്ച് ദർവാസെ തക്കായി വാതിൽക്കൽ വരെ വന്നു. ബന്ദ് ദർവാജ ഖോൽനെ में उसे थोड़ा समय लगा. അടഞ്ഞു കിടന്ന വാതിൽ തുറക്കാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. दरवाजे से बाहर और हॉल को पार कर आगे आने में देर लगी. दरवाजे से बाहर വാതിലിന് വെളിയിൽ और हॉल को पार कर हॉल കടന്ന് ആകെ ആനെ में देर लगी മുമ്പോട്ട് പോകുമ്പോൾ താമസം വന്നു. വഹ ദർവാസെ पर पहुंची അവൾ വാതിൽക്കലെത്തി. വഹാം ഹാത്ത് में टाक लिए പോസ്റ്റ്മാൻ खड़ा था. അവിടെ കയ്യിൽ തപാലുമായിട്ട് പോസ്റ്റ്മാൻ നിൽപ്പുണ്ടായിരുന്നു. फर्श पर टाक फेंककर अभी गया नहीं था. തറയിൽ
തപാലെറിഞ്ഞിട്ട് പോയിരുന്നില്ല. ഒന്നുകൂടെ. दोपहर का समय था, उच्च समय. बेबी अपने पलंग पर बैठी खिड़की से बाहर देख रही थी. ബേബി അവളുടെ കട്ടിലിൽ ഇരുന്ന് ജനലിലൂടെ വെളിയിലേക്ക് നോക്കുകയാണ്. बीच हॉल में रही रेडियो में 12:30 बजे के रिकॉर्ड बज रहे थे. ഇടയ്ക്ക് ഹാളിൽ നിന്ന് റേഡിയോയിൽ 12:30 പാട്ട് കേൾക്കാം. ശാന്ത മാഹോൾ में गीतों के सुर गूंज रहे थे. ശാന്തമായ അന്തരീക്ഷത്തിൽ പാട്ടുകളുടെ സ്വരം മുഴങ്ങിക്കേൾക്കാം. സാമനെ കാ ബന്ദ് ഫാടക് ഖോൽക്കർ പോസ്റ്റ്മാൻ ഭീതരായ. സമീപത്തുള്ള അടഞ്ഞ ഗേറ്റ് തുറന്ന് പോസ്റ്റ്മാൻ അകത്തേക്ക് വന്നു. അഹാത്തേക്ക് ബസരി പർ ഉസ്കി ആഹട്ട് സുനായി दी. വളപ്പിലെ ചരലിൽ അദ്ദേഹത്തിന്റെ കാലടി ശബ്ദം കേൾക്കാം. പോസ്റ്റ്മാൻ കി ആവാസ് ഉസ്കെ കാനോ മേ ആയി. പോസ്റ്റ്മാന്റെ ശബ്ദം അവളുടെ ചെവികളിലെത്തി. पर फर्श पर टाक के गिरने की आवाज सुनाई नहीं दी. എന്നാൽ തറയിൽ തപാൽ വീഴുന്ന ഒച്ച മാത്രം അവൾ കേട്ടില്ല. ബേബി പീച്ചെ മുടി. ബേബി പിറകോട്ട് തിരിഞ്ഞു. സംഫൽക്കർ പലങ്ക് സെ ഉതരി. ശ്രദ്ധയോടെ കട്ടിലിൽ നിന്നിറങ്ങി. फिर बैसाखियों के सहारे एक एक कदम चलकर दरवाजे तक आई. പിന്നീട് ബൈസാഹിയോങ്കെ സഹാരെ ഊന്നുവടിയുടെ സഹായത്തോടെ ഏകേക്ക് കദം ചൽക്കർ ഓരോരോ ചുവടുകൾ മുമ്പോട്ട് വെച്ച് ദർവാസെ തക്കായി വാതുക്കൽ വരെ വന്നു. ബന്ദ് ദർവാസ ഖോൽനേമേം ഉസേ തോടാ സമയിലക. അടഞ്ഞു കിടന്ന വാതിൽ തുറക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. ദർവാസെ സെ ബാഹർ ഔർ ഹോൾ കോ പാർക്കർ ആകെ ആനേമേം ദേർ ലഗി. വാതിലിന് വെളിയിൽ ഹോൾ കോ പാർക്കർ ഹോള് മറികടന്ന് ആകെ ആനേമേ മുമ്പോട്ട് പോകാൻ താമസം വന്നു. വഹ് ദർവാസെ പർ പഹുഞ്ചി. അവൾ വാതുക്കലെത്തി. വഹാം ഹാത്മേൻ ടാക്ക് ലിയെ പോസ്റ്റ്മാൻ കടാത. അവിടെ കയ്യിൽ തപാലുമായിട്ട് പോസ്റ്റ്മാൻ നിൽപ്പുണ്ടായിരുന്നു. ഫർസ് പർ ടാക്ക് ഫേങ്കർ അഫി ഗയ നഹീന്ത. തറയിൽ തപാൽ എറിഞ്ഞിട്ട് അയാൾ പോയിരുന്നില്ല. സീറ്റിയോങ്കെ ഊപ്പർ ഹോക്കർ ഉസ്നെ ഹാത്ത് ബഡായ. उसने ध्यान दिया कि आज पोस्टमैन दूसरा ही है. सदा का वह दाढ़ी वाला पोस्टमैन नहीं है. बच्चों जैसे चेहरे वाला यह नया पोस्टमैन है. सीटी പടി. സീറ്റിയോങ്കെ ഊപ്പർ ഹോക്കർ. പടികളുടെ മുകളിൽ നിന്ന് ഉസ്നെ ഹാത്ത് ബഡായ. അവൾ കൈ നീട്ടി. ഉസ്നെ ധ്യാൻ ദിയാ കി ആജ് പോസ്റ്റ്മാൻ ദൂസരാ ഹി ഹെ. അവൾ മനസ്സിലാക്കി ഇന്ന് മറ്റൊരു പോസ്റ്റ്മാൻ ആണെന്ന്. സദാക്ക വഹ് ദാടിവാല പോസ്റ്റ്മാൻ നഹി ഹെ. എന്നത്തെ ആ താടിയുള്ള പോസ്റ്റ്മാൻ അല്ല. ബച്ചോം കേസ് ചേഹരേവാല യഹ് നയ പോസ്റ്റ്മാൻ ഹെ. കുട്ടികളുടെ മുഖമുള്ള ഒരു പുതിയ പോസ്റ്റ്മാൻ. ഒന്നുകൂടെ. സീറ്റിയോങ്കെ ഊപ്പർ ഹോക്കർ ഉസ്നെ ഹാത്ത് ബഡായ. പടികൾക്ക് മുകളിൽ നിന്ന് അവൾ കൈനീട്ടി. ഉസ്നെ ധ്യാൻ ദിയാക്കി ആജ് പോസ്റ്റ്മാൻ ദൂസരാ ഹി ഹെ. അവൾ ശ്രദ്ധിച്ചു ഇന്ന് പുതിയ പോസ്റ്റ്മാൻ ആണ്. സദാക്ക വഹ് ദാടിവാല പോസ്റ്റ്മാൻ നഹി ഹെ. എന്നത്തെ ആ താടിയുള്ള പോസ്റ്റ്മാൻ അല്ല. ബച്ചോം കേസ് ചേഹരേവാല യഹ് നയ പോസ്റ്റ്മാൻ ഹെ. കുട്ടികളുടെ മുഖമുള്ള ഒരു പുതിയ പോസ്റ്റ്മാൻ. ഉസ്നെ ഏക് നസർ ബീബി കെ പൗരോं की ओर देखा. उसे शायद धक्का सा लगा. उसने झांक बेबी के हाथ में दे दी. बूटे पोस्टमैन की तरह इस पोस्टमैन ने उससे कोई बात न की. माम के हाथ में ठाक देकर बेबी पीछे की ओर मुड़ी और बड़ी कुर्सी पर बैठकर बोली, माम आज का पोस्टमैन नया है. शायद ഒരു പക്ഷേ. धक्का सा लगा. സ്തംഭിച്ചു പോവുക. ഉസ്നെ ഏക് നസർ ബേബി കെ പൗരോं की ओर देखा. അദ്ദേഹം ബേബിയുടെ കാലിലേക്കൊന്ന് നോക്കി. ഉസേ ഷായദ് ധക്കാസ ലഗ. ഒരു പക്ഷേ അദ്ദേഹം സ്തംഭിച്ചു പോയി. ഉസ്നെ ടാക്ക് ബേബിക്ക് ഹാത്തോമേ ദേദി. അദ്ദേഹം തപാൽ ബേബിയുടെ കയ്യിൽ കൊടുത്തു. ബൂട്ടെ പോസ്റ്റ്മാൻ കി തരഹ ഇസ് പോസ്റ്റ്മാനെ ഉസ്സെ കോയി ബാത്ത് ന കി. വൃദ്ധനായ പോസ്റ്റ്മാനെ പോലെ തന്നെ ഈ പോസ്റ്റ്മാനും ഒന്നും സംസാരിച്ചില്ല. മാംഗെ ഹാത്തുമേ ഠാക്ക് ദേക്കർ ബേബി പീച്ചേക്ക് ഓർ മുടി. അമ്മയുടെ കയ്യിൽ തപാൽ കൊടുത്തിട്ട് ബേബി പുറകോട്ട് തിരിഞ്ഞു. അവർ ബഡി കുർസി പർ ബൈഠ്കർ ബോലി.
വലിയ കസേരയിൽ കയറിയിരുന്ന് അവൾ പറഞ്ഞു, മാം ആജ് കാ പോസ്റ്റ്മാൻ നയാ ഹേ. അമ്മേ, ഇന്ന് പോസ്റ്റ്മാൻ പുതിയയാളാണ്. ഒന്നുകൂടെ. ഉസ്നെ ഏക് നസർ ബേബി കെ പൈരോं की ओर देखा. അദ്ദേഹം ബേബിയുടെ കാലിലേക്കൊന്ന് നോക്കി. ഉസേ ശായദ് ധക്കാ സാ ലഗാ. അദ്ദേഹം ഒരുപക്ഷെ സ്തംഭിച്ചു പോയി. ഉസ്നെ ടാക് ബേബി കെ ഹാത്തോ മേ ദേ ദി. അദ്ദേഹം തപാൽ ബേബിയുടെ കയ്യിൽ കൊടുത്തു. ബൂട്ടെ പോസ്റ്റ്മാൻ കി തരഹ് ഇസ് പോസ്റ്റ്മാൻ നെ ഉസ്സെ കോയി ബാത് ന കി. വൃദ്ധനായ പോസ്റ്റ്മാനെ പോലെ ഈ പോസ്റ്റ്മാനും ഒന്നും മിണ്ടിയില്ല. മാം കെ ഹാത്ത് മേ ടാക് ദേക്കർ ബേബി പീച്ചേ കി ഓർ മുടി. അമ്മയുടെ കയ്യിലേക്ക് തപാൽ നൽകിയിട്ട് ബേബി പിറകോട്ട് തിരിഞ്ഞു. ഔർ ബഡി കുർസി പർ ബൈഠ്കർ ബോലി. വലിയ കസേരയിൽ കയറിയിരുന്ന് പറഞ്ഞു, മാം ആജ് കാ പോസ്റ്റ്മാൻ നയാ ഹേ. അമ്മേ, ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയയാളാണ്. तो इसमें आश्चर्य की कौन सी बात है? बदल गया होगा. तो इसमें आश्चर्य की कौन सी बात है? അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യം എന്താണ്? ബദൽ ഗയാ ഹോഗ, മാറിയതായിരിക്കും. ഇസ്മേം ആശ്ചര്യക്ക് കോൺ സി ബാത്ത് ഹേ. ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യം എന്താണ്? ബദൽ ഗയാ ഹോഗ, മാറിയതായിരിക്കും. बेबी की माम ने बाल मित्र का नया अंग बेबी के आंचल में रखा. फिर रेडियो बंद करके वह अपने कमरे में चली गई. दोपहर में बेबी को हमेशा अकेलापन लगा था. वह किसके साथ बात करे, किसके साथ हंसे, यह प्रश्न सदा ही बना रहता. ऐसे ही समय में वह बूटा पोस्टमैन आ जाया करता. वह हमेशा ही जल्दी में रहता. फिर भी कभी कभी खिड़की तक जाकर ताक देता. कोई न कोई परिचित आया देखकर बेबी को अच्छा लगता. നയ അങ്ക്, പുതിയ ലക്കം. ആഞ്ചൽ, മടിത്തട്ട്. അകേലാപ്പൻ, ഒറ്റപ്പെടൽ. बेबी की माम ने बाल मित्र का नया अंग बेबी के आंचल में रखा. ബേബിയുടെ അമ്മ ബാലമിത്രത്തിന്റെ പുതിയ പതിപ്പ് ബേബി കെ ആഞ്ചൽ മേ രഖ, ബേബിയുടെ മടിത്തട്ടിൽ വെച്ചു. ഫിർ റേഡിയോ ബന്ദ് കർക്കെ വഹ അപനെ കമരേ മേ ചലി ഗയി. പിന്നെ റേഡിയോ ബന്ദ് കർക്കെ, റേഡിയോ നിർത്തിയിട്ട് വഹ അപനെ കമരേ മേ ചലി ഗയി, അവൾ അവളുടെ മുറിയിലേക്ക് പോയി. दोपहर में बेबी को हमेशा अकेलापन लगाता. ഉച്ചയാകുമ്പോൾ ബേബിക്ക് എല്ലായ്പ്പോഴും ഒറ്റപ്പെടൽ തോന്നും. വഹ കിസ്കെ സാത്ത് ബാത്ത് കരയും, അവള് ആരോട് മിണ്ടാനാണ്. കിസ്കെ സാത്ത് ഹസെ, ആരോടൊപ്പം ചിരിക്കാനാണ്. യഹ് പ്രശ്ന സദാഹി ബനാരഹത്ത, ഈ ചോദ്യം എന്നും ഉള്ളത് തന്നെയാണ്. ഐസേഹി സമയമേ വഹ ബൂട്ട പോസ്റ്റ്മാൻ ആ ജായ കർത്ത. ഐസേഹി സമയം, ഇങ്ങനെയുള്ള ഈ സമയത്ത് വഹ് ബൂട്ട പോസ്റ്റ്മാൻ ആ ജായ കർത്ത, ആ പ്രായമായ പോസ്റ്റ്മാൻ വരികയും പോവുകയും ചെയ്യുമായിരുന്നു. വഹ് ഹമേഷാഹി ജൽദീമേ രഹത്ത, അദ്ദേഹം എല്ലായ്പ്പോഴും തിരക്കിലാണ്. ഫിർഫി, എന്നിരുന്നാലും കഫി കഫി ഖിഡ്കി തക്ക് ജാക്കർ ടാക്ക് ദേത്ത, ചിലപ്പോഴൊക്കെ ഖിഡ്കി തക്ക് ജാക്കർ, ജനലിങ്കൽ വരെ ചെന്ന് ടാക്ക് ദേത്ത, തപാൽ കൊടുക്കുമായിരുന്നു. കോയി ന കോയി പരിചിത ആയാ ദേക്കർ ബേബിക്കോ അച്ചാ ലഗത്ത, ഏതെങ്കിലും പരിചയക്കാരെ കാണുമ്പോൾ ബേബിക്ക് വളരെ സന്തോഷം തോന്നും. ഒന്നുകൂടെ. बेबी की माम ने बाल मित्र का नया अंग बेबी के आंचल में रखा. ബേബിയുടെ അമ്മ ബാൽമിത്രത്തിന്റെ പുതിയ പതിപ്പ് ബേബിയുടെ മടിയിൽ വെച്ചു കൊടുത്തു. ഫിർ റേഡിയോ ബന്ദ് കർക്കെ വഹ അപ്പനെ കമരേ മേ ചലി ഗയി. പിന്നെ റേഡിയോ നിർത്തി വെച്ചിട്ട് അവൾ അവളുടെ മുറിയിലേക്ക് പോയി. दोपहर में बेबी को हमेशा अकेलापन लगता. ഉച്ച സമയത്ത് ബേബിക്ക് എല്ലായ്പ്പോഴും ഒറ്റപ്പെടൽ തോന്നും. വഹ് കിസ്കെ സാത്ത് ബാത്ത് കരേ, അവൾ ആരോട് മിണ്ടാനാണ്. കിസ്കെ സാത്ത് ഹസെ, ആരോടൊപ്പം ചിരിക്കാനാണ്. യഹ് പ്രശ്ന സദാഹി ബനാരഹത്ത, ഈ ചോദ്യം എല്ലായ്പ്പോഴും ഉള്ളതാണ്. ഐസേഹി സമയമേ വഹ് ബൂട്ട പോസ്റ്റ്മാൻ ആ ജായ കർത്ത, ഇങ്ങനെയുള്ള ഈ സമയത്ത് ആ വൃദ്ധനായ പോസ്റ്റ്മാൻ വരികയും പോവുകയും ചെയ്യുമായിരുന്നു. വഹ് ഹമേഷാഹി ജൽദീമേ രഹത്ത, അദ്ദേഹം എല്ലായ്പ്പോഴും തിരക്കിലാണ്. ഫിർഫി, എന്നിരുന്നാലും കഫി കഫി ഖിഡ്കി തക്ക് ജാക്കർ ടാക്ക് ദേത്ത, ചിലപ്പോഴൊക്കെ
ജനലിന്റെ അടുത്ത് വരെ ചെന്ന് തപാൽ കൊടുക്കുമായിരുന്നു. കോയിനെ കോയി പരിചിത് ആയ ദേഖ്കർ ബേബിക്കോ അച്ഛാ ലഗത്ത. ആരെങ്കിലും പരിചയക്കാരെ കാണുമ്പോൾ ബേബിക്ക് വളരെയധികം സന്തോഷമാകുമായിരുന്നു. इसके बाद तीसरे दिन फिर पोस्टमैन की आवाज आई. टाक गिरने की आवाज नहीं सुनाई दी. चलती हुई बेबी अहाते में आई. पोस्टमैन अभी खड़ा था. बेबी की ओर देखकर वह मुस्कुराया. बेबी भी हंसी. टाक लेकर बेबी ने पूछा, क्या तुम नए पोस्टमैन हो? अहाता मुत्तम. मुस्कुराना चिरिക്കുക. इसके बाद तीसरे दिन फिर पोस्टमैन की आवाज आई. ഇതിനു ശേഷം तीसरे दिन മൂന്നാം ദിവസം फिर വീണ്ടും पोस्टमैन की आवाज आई. പോസ്റ്റ്മാന്റെ ശബ്ദം കേട്ടു. टाक गिरने की आवाज नहीं सुनाई दी. തപാൽ വീഴുന്ന ശബ്ദം മാത്രം കേട്ടില്ല. चलती हुई बेबी अहाते में आई. ബേബി നടന്ന് മുറ്റത്തെത്തി. പോസ്റ്റ്മാൻ അഫി ഖടാദ. പോസ്റ്റ്മാൻ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ബേബിക്ക് ഓർ ദേഖ്കർ വഹ് മുസ്കുരായ. ബേബിയെ നോക്കി അയാൾ പുഞ്ചിരിച്ചു. ബേബി ഫി ഹസി. ബേബിയും പുഞ്ചിരിച്ചു. ടാക്ക് ലേക്കർ ബേബിനെ പൂച്ച. തപാൽ വാങ്ങിയിട്ട് ബേബി ചോദിച്ചു, ക്യാ തും നയേ പോസ്റ്റ്മാൻ ഹോ? നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണോ? ജി ഹാം, അതെ. ഒന്നുകൂടെ. इसके बाद तीसरे दिन फिर पोस्टमैन की आवाज आई. ഇതിനുശേഷം മൂന്നാമത്തെ ദിവസം വീണ്ടും പോസ്റ്റ്മാന്റെ ശബ്ദം കേട്ടു. ടാക്ക് ഗിർനേക്ക് ആവാസ് നഹീം സുനായി ദി. തപാൽ വീഴുന്ന ശബ്ദം മാത്രം കേട്ടില്ല. ചൽത്തി ഹുയി ബേബി അഹാത്തേമേ ആയി. ബേബി നടന്ന മുറ്റത്തെത്തി. പോസ്റ്റ്മാൻ അഫി ഖടാദ. പോസ്റ്റ്മാൻ ഇപ്പോഴും നിൽപ്പുണ്ട്. ബേബിക്ക് ഓർ ദേഖ്കർ വഹ് മുസ്കുരായ. ബേബിയുടെ നേരെ നോക്കി അദ്ദേഹം പുഞ്ചിരിച്ചു. ബേബി ഫി ഹസി. ബേബിയും പുഞ്ചിരിച്ചു. ടാക്ക് ലേക്കർ ബേബിനെ പൂച്ച. തപാൽ വാങ്ങിയിട്ട് ബേബി ചോദിച്ചു, ക്യാ തും നയേ പോസ്റ്റ്മാൻ ഹോ? നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണോ? ജി ഹാം, അതെ. ടാക്ക് ഫേങ്ക് കർ തും ചലേ ജായ കരോ. മുझे ആനെ में देर लगती है. ടാക്ക് ഫേങ്ക് കർ. തപാൽ എറിഞ്ഞിട്ട് തും ചലേ ജായ കരോ. നിങ്ങൾ പോയിക്കൊള്ളൂ. മുझे ആനെ में देर लगती है. ഞാൻ വരാൻ താമസം വരും. पोस्टमैन ने बेबी के पैरों की ओर देखा और देर तक मौन रहा. इस लड़की को भगवान ने पैर क्यों नहीं दिए? ऐसा शायद उसे लगा होगा. वह कुछ बोला नहीं, पर उसकी आंखों से कुछ यही भाव झलका. पोस्टमैन ने बेबी के पैरों की ओर देखा. പോസ്റ്റ്മാൻ ബേബിയുടെ കാലുകളിലേക്ക് നോക്കി. അവർ ദേർ തക്ക് മൗൻ രഹ. കുറച്ചു നേരം മൗനമായി നിന്നു. ഇസ് ലഡ്കിക്കോ ഭഗവാനെ പയർ ക്യോം നഹീ ദിയേ. ഈ പെൺകുട്ടിക്ക് ഭഗവാൻ എന്തുകൊണ്ട് കാലുകൾ കൊടുത്തില്ല? ഐസ ഷായദ് ഉസേ ലഗാ ഹോഗ. ഒരുപക്ഷെ ഭഗവാന് അങ്ങനെയായിരിക്കും തോന്നിയത്. വഹ കുച്ചു ബോലാ നഹി. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പർ ഉസ്കി ആംഖോം സേ കുച്ച് യഹി ഭാവ് ചലക. എന്നാൽ അയാളുടെ കണ്ണുകളിൽ അങ്ങനെ ഒരു ഭാവമാണ് കണ്ടത്. പോസ്റ്റ്മാനെ ബേബിക്ക് പൈരോങ്കി ഓർ ദേഖ. പോസ്റ്റ്മാൻ ബേബിയുടെ കാലുകളിലേക്ക് നോക്കി. അവർ ദേർ തക്ക് മൗൻ രഹ. കുറച്ചു നേരം മൗനമായി നിന്നു. ഇസ് ലഡ്കിക്കോ ഭഗവാനെ പയർ ക്യോം നഹീ ദിയേ. ഈ പെൺകുട്ടിക്ക് ഭഗവാൻ എന്തുകൊണ്ട് കാലുകൾ കൊടുത്തില്ല? ഐസ ഷായദ് ഉസേ ലഗാ ഹോഗ. ഒരുപക്ഷെ ഭഗവാൻ അങ്ങനെയായിരിക്കും തോന്നിയത്. വഹ കുച്ച് ബോലാ നഹീം. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പർ ഉസ്കി ആംഖോം സേ കുച്ച് യഹി ഭാവ് ചലക. എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അങ്ങനെ ഒരു ഭാവമാണ് കാണാൻ കഴിഞ്ഞത്. ഉസ്നെ ബഹുത് ഹി കോമൽ തഥാ ദബി ആവാജ് മേ കഹാ, ലഗനെ ദോ ബഹിൻ. പോസ്റ്റ്മാൻ കാ കാം ജിസ് തിസ്കി टाक को जिस तिसके हाथ में सौंपने का है, अहाते में फेंकने का नहीं. കോമൽ മൃദുവായ, ദബി പതിഞ്ഞ. ഉസ്നെ ബഹുത് കി കോമൽ തഥാ ദബി ആവാസ് മേ കഹ. അദ്ദേഹം വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറയുകയാണ്, ലഗനേദോ ബഹിൻ. ആയിക്കൊള്ളട്ടെ സഹോദരി. പോസ്റ്റ്മാൻ കാ കാം ജിസ് തിസ്കി टाक को. പോസ്റ്റ്മാന്റെ ജോലി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും തപാലുകൾ ജിസ് തിസ്കെ ഹാത്ത് മേ സൗമ്പനാഹെ, അവരവരുടെ കൈകളിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഹാത്തേമേ ഫേങ്കനെ കാ നഹി, മുറ്റത്ത് എറിയാനുള്ളതല്ല.
ഉസ്നെ ബഹുത് ഹി കോമൽ തഥാ ദബി ആവാസ് മേ കഹാ. അദ്ദേഹം വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറയുകയാണ്, ലെഗനെ ദോ ബഹിൻ, ആയിക്കൊള്ളട്ടെ സഹോദരി. പോസ്റ്റ്മാൻ കാ കാം ജിസ് തിസ്കോ ടാക്കോ. പോസ്റ്റ്മാന്റെ ജോലി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും തപാലുകൾ ജിസ് തിസ്കെ ഹാത്തുമേ സൗമന കാഹെ, അവരവരുടെ കൈകളിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അഹാത്തേമേ ഫേങ്കനേക്കാ നഹി, മുറ്റത്ത് എറിയുക എന്നുള്ളതല്ല. വഹ് ബോൾ രഹാ ഥാ. തബ് ബേബീനെ ഉസ്കെ പൈരോങ്കി ഓർ ദേഖാ. കിത്തനെ മസ്ബൂത്ത് ഔർ ഗോൾ ഗോൾ. ഇസ് പോസ്റ്റ്മാൻ കെ पैर कितने अच्छे थे. अचानक बेबी के ध्यान में आया कि ये अच्छे पैर नंगे हैं. इसने पैरों में कुछ पहना क्यों नहीं. മസ്ബൂത്ത് ബലമുള്ള, ദൃഢമായ, ഗോൾ വൃത്താകൃതിയിലുള്ള. വഹ് ബോൾ രഹാദ, അവൾ പറയുകയാണ്, തബ് ബേബിനെ ഉസ്കെ പൈരോങ്കി ഓർ ദേഖ, അപ്പോൾ ബേബി അദ്ദേഹത്തിന്റെ കാലുകളിലേക്ക് നോക്കി. കിത്തനെ മസ്ബൂത്ത് ഓർ ഗോൾ ഗോൾ, എത്ര ബലമുള്ളതും വൃത്താകൃതിയിലുള്ളതുമാണ് ആ കാലുകൾ. ഈസ് പോസ്റ്റ്മാൻകെ പയർ കിത്തനെ അച്ചേരെ, ഈ പോസ്റ്റ്മാന്റെ കാലുകൾ എത്ര മനോഹരമായവയാണ്. അച്ചാനക് ബേബിക്ക് ധ്യാൻമേം ആയ, പെട്ടെന്നാണത് ബേബിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏ അച്ചേ പയർ നങ്കേഹെ, ഈ മനോഹരമായ കാലുകൾ നഗ്നമായവയാണ്. ഇസ്കെ പൈരോമേം കുച്ച് പഹന ക്യോം നഹി, എന്തുകൊണ്ടാണ് അദ്ദേഹം കാലിൽ ചെരുപ്പൊന്നും ഇടാത്തത്. ഒന്നുകൂടെ. വഹു ബോൾ രഹാദ, അത് പറയുകയാണ്, തബ് ബേബിനെ ഉസ്കെ പൈരോങ്കി ഓർ ദേഖ, അപ്പോഴാണ് ബേബി അദ്ദേഹത്തിന്റെ കാലുകളിലേക്ക് ശ്രദ്ധിച്ചത്. കിത്തനെ മസ്ബൂത്ത് ഔർ ഗോൾ ഗോൾ, എത്ര ബലമുള്ളതും വൃത്താകൃതിയിലുള്ളതുമാണ്. ഈസ് പോസ്റ്റ്മാൻകെ പയർ കിത്തനെ അച്ഛേദേ, ഈ പോസ്റ്റ്മാന്റെ കാലുകൾ എത്ര മനോഹരമായവയാണ്. അച്ചാനക് ബേബിക്ക് ധ്യാൻമേം ആയാക്കി ഏ അച്ഛേ പയർ നങ്കേഹെ, പെട്ടെന്നാണ് ബേബി ശ്രദ്ധിച്ചത് ആ പോസ്റ്റ്മാന്റെ കാലുകൾ നഗ്നമായവയാണെന്ന്. ഇസ്കെ പൈരോമേം കുച്ച് പഹന ക്യോം നഹി, എന്തുകൊണ്ടാണ് അദ്ദേഹം കാലിലൊന്നും ഇടാത്തത്. പോസ്റ്റ്മാൻ ലൗട്ട് ഗേ. സുന്ദർ പഗ് ധർത്തെ ഹുയെ ചലാ ഗയ. बेबी ने सोचा कि कदाचित उसके जूते फट गए होंगे, वे मरम्मत होकर आते होंगे. പോസ്റ്റ്മാൻ ലൗട്ട് ഗയ, പോസ്റ്റ്മാൻ തിരികെ പോയി. സുന്ദർ പഗ് ധർത്തെ ഹുയെ, മനോഹരമായ ചുവടുകൾ വെച്ചുകൊണ്ട് ചലാഗയ, അദ്ദേഹം നടന്നുപോയി. ബേബിനെ സോച്ച, ബേബി ആലോചിക്കുകയാണ്, കഥാചിത്, ഒരു പക്ഷേ, ഉസ്കെ ജൂത്തെ ഫട്ട് ഗയേ ഹോങ്കെ, അദ്ദേഹത്തിന്റെ ചെരുപ്പ് പൊട്ടിപ്പോയതായിരിക്കും. വേ മർമ്മത്ത് ഹോക്കർ ആത്തെ ഹോങ്കെ, അത് ശരിയാക്കിക്കൊണ്ട് അദ്ദേഹം വരുമായിരിക്കും. പോസ്റ്റ്മാൻ ലൗട്ട് ഗയ, പോസ്റ്റ്മാൻ തിരികെ പോയി.